സ്വന്തം നാട്ടിൽ ഉപദ്രവിച്ചവർ, നാട് കടത്തിയവർ, കല്ലെറിഞ്ഞവർ, ഉപദ്രവിച്ചവർ, അന്നം കൊടുക്കാതെ അന്നം മുടക്കി ബഹിഷ്കരിച്ചവർ, ഇതെല്ലാം ചെയ്ത ആളുകൾ മദീനയിലെത്തിയപ്പോഴും അല്ലാഹുവിന്റെ ദീനിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും വിടുന്നില്ല എന്ന അവസ്ഥ വന്നു. പിന്നെയും കഷ്ടപ്പെടുത്തി. അങ്ങനെ ഒടുക്കം ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വയം രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തന്റെ പ്രവാചകനോട് പറഞ്ഞു, ഇനി നിങ്ങൾ പ്രതിരോധിക്കുക, ഇനി ആയുധമെടുക്കുക, ഇനി പടവെട്ടുക. അതാണ് പരിശുദ്ധമായ ബദർ. അല്ലാഹുവിന്റെ റസൂലിന് വിവരം ലഭിക്കുകയാണ്. അബൂ സുഫിയാൻ ഒരു കച്ചവട സംഘവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിവരം ലഭിച്ച പാടെ അല്ലാഹുവിന്റെ റസൂല് പുറപ്പെടുകയാണ്. നീണ്ടു കിടക്കുന്ന ആ മഹാസംഭവം ഒരു കൊച്ചു സംഭവമാക്കി വളരെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാൻ മാത്രമേ, ഒരു ബർക്കത്തിന് വേണ്ടി മാത്രമാണ് ബദറിന്റെ കാര്യം ഇവിടെ ഓർത്തുപോകുന്നത്. ബർക്കത്തിന് വേണ്ടി ഇന്നത്തെ രാത്രി ഇവിടെ കൂടിയിട്ട് ബദറിനെ കുറിച്ച് പറയാതെ പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപരാധമായിരിക്കും. അതുകൊണ്ട് പറയാം.